ഹായ് ഓൾ, നമ്മൾ നോക്കുന്നത് റേഷ്യൻ പ്രപ്പോർഷൻ്റെ പാർട്ട് 1 ആണ്. ഓക്കെ, പാർട്ട് 1. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് നോക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത 30 ക്വസ്റ്റ്യൻ, അങ്ങനെ റേഷ്യൻ പ്രപ്പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, റേഷ്യോ പ്രപ്പോർഷൻ്റെ മലയാളം എന്തെന്നാ? റേഷ്യൻ പ്രപ്പോർഷൻ മലയാളം അംശബന്ധവും അനുപാതവും. അനുപാതവും. ഓക്കെ, അതാണ് അംശബന്ധവും അനുപാതവും എന്നാണ് റേഷ്യൻ പ്രപ്പോർഷൻ്റെ മലയാളം. ഓക്കെ, റേഷ്യൻ പ്രപ്പോർഷൻ എന്നൊരു ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ PSCക്ക് ചോദിക്കാറുണ്ട്. വേറെ ഓരോരോ എക്സാമുകൾക്കും, അത്യാവശ്യം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഈ റേഷ്യൻ പ്രപ്പോർഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്ന്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 9,000 രൂപ 4:5 എന്ന അനുപാതത്തിൽ എയ്ക്കും ബിക്കും വിഭജിച്ചെങ്കിൽ എയുടെ വിഹിതം എത്ര? അതായത് ഈ 4:5 അല്ലേ, ഈസ്റ്റു എന്നല്ലേ ഇത് വായിക്കുന്നത്, ഈ രണ്ട് കുത്ത്. 4:5 എന്ന് പറഞ്ഞ അനുപാതത്തിലാണ് വിഭജിച്ചത്. നമ്മുടെ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അപ്പോൾ 2 പേർക്കും A:B എന്ന് പറയുന്ന അതാണ്, എയ്ക്കും ബിക്കും വീതിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എയുടെ പാർട്ടാണ് ഈ 4, ബിൻ്റെ പാർട്ടാണ് 5. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൂടുതൽ കാശ് കിട്ടിയിരിക്കുന്ന ആളാരാണ്? ബി ആണ് കൂടുതൽ കാശ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ ബി, അതായത് 9,000-ൻ്റെ 5% ബിക്കും 4% എക്കുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എക്ക് എത്ര കിട്ടി, അതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മൊത്തം എത്രയുള്ള 9,000 ഇൻറ്റു എയുടെ എത്രയാ? എക്ക് എത്രയാ? 4 അല്ലേ എയുടെ, അപ്പോൾ ഇൻറ്റു 4. ഓക്കെ, ടോട്ടൽ എത്രയായിട്ടാണ് വീതം വെച്ചേക്കുന്നത്? അതായത് 4:5 എന്ന് പറഞ്ഞാൽ 4 + 5 ആയിട്ടാണ് വീതം വെച്ചിരിക്കുന്നത് അല്ലേ. 4 + 5 മൊത്തം 9 പാർട്ടായിട്ടാണ് വീതം വെച്ചത്. 9, അതായത് 9,000 രൂപ എടുത്തിട്ട് 9 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 9,000 രൂപ എടുത്തിട്ട് 9 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 4 പാർട്ട് ആർക്ക് കൊടുത്തു? എക്ക് കൊടുത്തു. 5 പാർട്ട് ബിക്ക് കൊടുത്തു. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഒരു കേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. കേക്കിന് 9 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ 4 പാർട്ട് എക്കും 5 പാർട്ട് ബിക്കും കൊടുത്തു. അതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ. നിങ്ങൾക്ക് റേഷ്യൻ പ്രൊപ്പോർഷൻ ഉള്ളതിന്. അപ്പോൾ നമുക്ക് 9,000 രൂപ ഉണ്ടായിരുന്നു. 9,000 രൂപയിലെ 4 പാർട്ട് എക്കും മൊത്തം എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 9 പാർട്ട്. 4 + 5 ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 + 5 9 നമുക്കറിയാം. 9,000 × 4/9. 9 ഇത് വെട്ടി 1000. 1000 × 4 4,000 രൂപയാണ് ആർക്ക് കിട്ടിയത്? എക്ക് കിട്ടിയത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ എയുടെ വിഹിതം 4,000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3,000 രൂപ 8:7 എന്ന അനുപാതത്തിൽ അരുണിനും അരവിന്ദനും, ആരെങ്കിലും ആയിക്കോട്ടെ, അരുണിനും അരവിന്ദനും ഏത് വിളിക്കാം? അരവിന്ദനെ ബി എന്ന് വിളിക്കാം. അപ്പോൾ എക്കും ബിക്കും അല്ലെങ്കിൽ അരുണിനും അരവിന്ദനുമായിട്ട് 3,000 രൂപ അല്ലെ 30,000 രൂപ 8:7 എന്ന അനുപാതത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ 8 അരുണിൻ്റെ പാർട്ട്, 7 അരവിന്ദന്. അപ്പോൾ കൂടുതൽ ആർക്ക് കിട്ടിയിരിക്കുന്നത്? അരുണിനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഏതാണ്? അരുണിന് എത്ര കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? 30,000 ഇൻറ്റു അരുണിൻ്റെ പാർട്ട് ബൈ ടോട്ടൽ 8 + 7 അല്ലേ. 8 × 15 അപ്പോൾ 30,000 ഇൻറ്റു 8/15. 15 2 30, അപ്പോൾ 2000. 8 × 16,000 രൂപയാണ് ആർക്ക് കിട്ടിയത്? അരുണിന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 16,000 രൂപ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായില്ലേ ചെയ്തത്? 16,000 രൂപയാണ് അരുണിൻ്റെ വിഹിതം. അടുത്ത ക്വസ്റ്റ്യൻ 1400 കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണ്. പഠിക്കുന്ന സ്കൂളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ അനുപാതം 4:3 ആണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? അപ്പോൾ എത്രയെന്ന് പറഞ്ഞേ, എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞേ, നമ്പർ ടോട്ടൽ എഴുതുക ഇൻറ്റു എത്രയാണ് അനുപാതം? 4:3 അനുപാതം. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 4 അല്ലേ. പെൺകുട്ടികൾ എത്രയാണ്? 3 അല്ലേ. 4 പാർട്ടും മൊത്തം എത്ര പാർട്ടുണ്ട്? മൊത്തം 7 പാർട്ടുണ്ട് അല്ലേ. 4 + 3 7 പാർട്ടാണ് നമുക്കുള്ളത്. 7 പാർട്ടിൽ 4 പാർട്ടും ബോയ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്. 1600 × 4/7 ബോയ്സിൻ്റെ എണ്ണം ബൈ ടോട്ടൽ. 7 2 14. അപ്പോൾ എത്ര വരും? 200. 7 ആണ് 1600. 200 × 4 800 ബോയ്സ് ഉണ്ട് ആ സ്കൂളിൽ. കണ്ട 800. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ അനുപാതം 3:2 ആണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം സെയിം തന്നെ. എങ്ങനെ കണ്ടുപിടിക്കണം നമ്മൾ? എണ്ണം, ടോട്ടൽ എണ്ണം ഇൻറ്റു ആൺകുട്ടികളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നത്. ആൺകുട്ടികൾ എത്രയാണ്? 3 അല്ലേ. ആൺകുട്ടികൾ 3. ടോട്ടൽ എത്രയാണ്? 3 + 2 5. 5000 ഇൻറ്റു 3/5. 5000 അല്ലേ 5000. അപ്പോൾ 1000 × 3 3000. 3000 ആൺകുട്ടികളാണ് ആ സ്കൂളിലുള്ളത്. അപ്പോൾ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്? 3000 പേര്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
7000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ അനുപാതം 4:3 ആണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾക്ക് വ്യത്യാസമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ആൺകുട്ടികളുടെ പെൺകുട്ടിയുടെ എണ്ണം അല്ല. അപ്പോൾ നിങ്ങൾ ആൺകുട്ടിയുടെ എണ്ണം കണ്ടുപിടിക്കുക, പെൺകുട്ടിയുടെ എണ്ണം കണ്ടുപിടിക്കുക, എന്നിട്ട് മൈനസ് ചെയ്യുക. അത് നമുക്ക് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോയിലെ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എത്രയാണ് അവിടെ? 1. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. റേഷ്യോകൾ തമ്മിലുള്ള നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. അപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് 7000 ഇൻറ്റു, നമ്മൾ ആദ്യം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? 7000 ഇൻറ്റു ആൺകുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം ബൈ ടോട്ടലിനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റേഷ്യോയിലെ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക ബൈ ടോട്ടൽ. ഓക്കെ, 4 + 3. അപ്പോൾ എത്ര കിട്ടി? 7000 ഇൻറ്റു 1/7 എത്ര വരും? 7 1000 അല്ലേ? 1000. ആൻസർ എത്രയാണ്? 1000. ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അങ്ങനെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക ബൈ ടോട്ടൽ ഇൻറ്റു നമ്പർ. ഓക്കെ, നമ്പറുകൾ തമ്മിലല്ല, റേഷ്യോയിലെ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 8000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അനുപാതം എത്രയാണ്? 5:3 ആണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? റേഷ്യോ. ഇപ്പോൾ A:B എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? വ്യത്യാസം കണ്ടുപിടിക്കുക, A-B കണ്ടുപിടിക്കുക. ഇവിടെ നമ്മുടെ വ്യത്യാസം എത്രയാണ്? 5 - 3 2 ആണല്ലേ? അപ്പോൾ നമുക്ക് 8000 ഇൻറ്റു 2 ബൈ ടോട്ടൽ 5 + 3 അല്ലേ? 8 വരും. 8000 ഇൻറ്റു 2/8 ഇപ്പോൾ എത്ര വരും? ഇവിടെ 1000. 1000 ഇൻറ്റു 2 2000. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 2000ൻ്റെ വ്യത്യാസമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ആ സ്കൂളിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളുടെ അനുപാതം 3:2 ആണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം, ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടിയുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. വ്യത്യാസം എത്രയാണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റേഷ്യോൻ്റെ വ്യത്യാസം എടുക്കുക. 3 - 2 എത്രയാണ്? 1. ഇനി നമ്പർ 5000 ഇൻറ്റു 1 ബൈ ടോട്ടൽ 3 + 2. അപ്പോൾ എന്ത് വന്നു? 5000 ഇൻറ്റു 1/5 അല്ലേ? അപ്പോൾ എത്ര വ്യത്യാസം? 1000. ഓക്കെ, 1000 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, 1000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ അനുപാതം 5:4 ആണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? ആദ്യം ആ നമ്പറുകളുടെ വ്യത്യാസം 5 - 4 1. പിന്നെ എത്രയാണ്? 4500 ഇൻറ്റു 1/5 + 4. ഓക്കെ, അപ്പോൾ 4500 ഇൻറ്റു 1/9. 9 5 45 അല്ലേ? അപ്പോൾ 500. അപ്പോൾ എത്ര വ്യത്യാസം? 500 കുട്ടികളുടെ വ്യത്യാസമാണല്ലേ? 500 കുട്ടികളുടെ വ്യത്യാസമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലായിട്ട് ആ സ്കൂളിലുള്ളത്. ഓക്കെ, അതും കഴിഞ്ഞു. അടുത്തത് കുറച്ച് എളുപ്പമുള്ള സാധനങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി കുറച്ച് പേരുകൾ, കുറച്ച് സാധനങ്ങൾ പഠിച്ചു വെക്കണം. 7:5ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A:B നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ A²:B² ചെയ്താൽ മതി. സിമ്പിൾ പരിപാടിയാണ്. മനസ്സിലായോ? അപ്പോൾ A:2Bൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്താൽ മതി? A²:B² ചെയ്താൽ മതി. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ സ്കോർ എടുത്തേച്ചാൽ മതി. A²:B². ഓക്കെ, A²:B² എടുത്താൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കിട്ടും. അപ്പോൾ 7:5ൻ്റെ ഇപ്പോൾ 7² 5². അപ്പോൾ എത്ര വരും? 49:25. 49:25 ഉണ്ടോ? ഓപ്ഷൻ എ ആണ് ആൻസർ. അങ്ങനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? A²:B². ഓക്കെ, A:2Bൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ A²:B². അടുത്ത് നോക്കിയേ, 5:9ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? A²:B². അപ്പോൾ 5²:9². 5² എത്രയാണ്? 25. 25:81 അല്ലേ? 25:81 കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4:7ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. എന്തായിരുന്നു നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? A²:B². അപ്പോൾ 4²:7². 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 അല്ലേ? 16:7² 49. 16:49. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, 4:7ൻ്റെ ഡ്യൂപ്ലിക്കേറ്റും കണ്ടുപിടിച്ചു. നമ്മളിനി അടുത്തത് ഇനി അടുത്തത് 144:64ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, സബ് ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ നമ്മൾ A²:B² കണ്ടുപിടിച്ചല്ലേ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക? സബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട്. ഓക്കെ, സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട്. ഇപ്പോൾ
എ ഈസ് ടു ബിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് എ ഈസ് ടു റൂട്ട് ബി. ഓക്കെ, സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ, എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ ആണ് ഡ്യൂപ്ലിക്കേറ്റ്. സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ റൂട്ട് എ ഈസ് ടു റൂട്ട് ബി. അപ്പോൾ നമുക്ക് ഇവിടെ 144 ഇപ്പോൾ റൂട്ട് 144 ഈസ് ടു റൂട്ട് 64. 144 എത്രയാണ്? 12ൻ്റെ റൂട്ട് അല്ലേ. 64 എന്ന് പറയുന്നത് എത്രേൻ്റെ? 8ൻ്റെ. ഇപ്പോൾ 12 ഈസ് ടു 8 നോക്കിയാൽ മതി. 12 ഈസ് ടു 8. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 81 ഈസ് ടു 49ൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ 81 ഈസ് ടു എന്ന് പറഞ്ഞാൽ റൂട്ട് 81 ഈസ് ടു റൂട്ട് 49 അല്ലേ. റൂട്ട് 81 ഈസ് ടു റൂട്ട് 49 അല്ലേ. റൂട്ട് 81 എത്രയാണ്? 9, 49 7, 9 ഈസ് ടു 7 കണ്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് വീണ്ടും സബ് ഡ്യൂപ്ലിക്കേറ്റ് 25 ഈസ് ടു 4ൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഈസ് ടു റൂട്ട് ബി. ഇപ്പോൾ റൂട്ട് 25 ഈസ് ടു റൂട്ട് 4 അല്ലേ. റൂട്ട് 25 എത്രയാണ്? 5. 4ൻ്റെ റൂട്ട് 2 അല്ലേ. 4ൻ്റെ റൂട്ട് 2. 5 ഈസ് ടു 2 കണ്ടോ. 5 ഈസ് ടു 2. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 2 ഈസ് ടു 5ൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. 2 ഈസ് ടു 5ൻ്റെ ട്രിപ്ലിക്കേറ്റ്. അപ്പോൾ ട്രിപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ അല്ല. അപ്പോൾ എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ് അത്രേ ഉള്ളൂ. ട്രിപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ്. അപ്പോൾ 2 ക്യൂബ് ഈസ് ടു 5 ക്യൂബ്. 2 ക്യൂബ് എത്രയാണ്? 8 അല്ലേ. 8. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. 8 ഈസ് ടു 125 ഓപ്ഷൻ എ ആണ്. ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബ്, എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ. സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഈസ് ടു റൂട്ട് ബി. സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട് ഓഫ് എ ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് ബി. അതിപ്പോൾ വരും. ഓക്കെ, 3 ഈസ് ടു 7 എന്ന അനുപാതത്തിന് ട്രിപ്ലിക്കേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ് അല്ലേ. എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ് ആണ്. അപ്പോൾ അതിൻ്റെ 2 ഈസ് ടു എത്രയാണ്? 2 ഈസ് ടു 7 അല്ലേ. 3 ഈസ് ടു 7. അപ്പോൾ 3 ക്യൂബ് ഈസ് ടു 7 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണെന്ന് നമുക്കറിയാം. 7 ക്യൂബ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളാം. 343 കിട്ടും. ഓക്കെ, എങ്ങനെയാണ് 7 ക്യൂബ് കൊണ്ടുപിടിക്കണേ? 7 ഇൻറ്റു 7 ഇൻറ്റു 7 അല്ലേ. 7 7 49 ഇൻറ്റു 7 ആണ്. 49 ഇൻറ്റു 7 343 അത്രയേ ഉള്ളൂ. നിങ്ങൾ അത്രയും ചെയ്താൽ മതി. സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് അല്ല, ക്യൂബ് എടുക്കുക. ഓക്കെ, 4 ഈസ് ടു 9 എന്ന അനുപാതത്തിൻ്റെ ട്രിപ്ലിക്കേറ്റ്. അപ്പോൾ 4 ക്യൂബ് ഈസ് ടു 9 ക്യൂബ് എന്ന് വരും. 4 ക്യൂബ് ഈസ് ടു 9 ക്യൂബ്. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്. 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 729 അല്ലേ. 9 ഇൻറ്റു 9 ഇൻറ്റു 9 അതായത് 9 ഇൻറ്റു 1 81 ആണ്. 81 ഇൻറ്റു 9 എത്ര വരും? 8 ഇൻറ്റു 9 1 ഇൻറ്റു 9 9 8 9 ഇൻറ്റു 8 72 729 അല്ലേ കണ്ടോ. 64 ഈസ് ടു 729 അതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 64 ഈസ് ടു 27 എന്ന അനുപാതത്തിൻ്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ ചെയ്യാനാണ് പറഞ്ഞത്? ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂബ് എടുക്കും. അപ്പോൾ സബ് ട്രിപ്ലിക്കേറ്റ് എന്തായിരിക്കും? ക്യൂബ് റൂട്ട് ഓഫ് എ ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് ബി. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് ബി അതായത് ക്യൂബ് റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ക്യൂബ് എടുക്കുക. സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ എത്രയാണ്? 64ൻ്റെ ക്യൂബ് റൂട്ട് ഈസ് ടു 27. ഓക്കെ, അപ്പോൾ 64 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 4ൻ്റെ ക്യൂബ് റൂട്ടാണ്. 27 എന്ന് പറഞ്ഞാൽ 3. 4 ഈസ് ടു 3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 125 ഈസ് ടു 343ൻ്റെ സബ് ട്രിപ്ലിക്കേറ്റ് അല്ലേ. 125 ഈസ് ടു 343. ഓക്കെ, 125. അപ്പോൾ നമ്മൾ സബ് ട്രിപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ക്യൂബ് റൂട്ട് ഓഫ് എ ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് ബി ആയിരുന്നു. അപ്പോൾ നമുക്ക് 125 അല്ലേ 3 ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് 343 അല്ലേ. അപ്പോൾ ഇത് ഇതിൻ്റെയാണ്. 125 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ആണ്. 343 എന്ന് പറഞ്ഞാൽ 7ൻ്റെ ആണ്. ഓക്കെ, 5 ഈസ് ടു 7 ആണ് നമ്മുടെ ആൻസർ. 5 ഈസ് ടു 7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വീണ്ടും 64 ഈസ് ടു 8ൻ്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്യൂബ് റൂട്ട് ഓഫ് 64 ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് 8. ക്യൂബ് റൂട്ട് ഓഫ് 64 ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് 8. 64ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 4 അല്ലേ. 4 ഈസ് ടു 8ൻ്റേത് 2. അപ്പോൾ 4 ഈസ് ടു 2 ആണ് നമ്മുടെ സബ് ട്രിപ്ലിക്കേറ്റ്. കണ്ടോ, 4 ഈസ് ടു 2 ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 40 10 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എത്ര? ഓക്കെ, മാധ്യാനുപാതം കേട്ടോ. മധ്യമല്ല, മാധ്യാനുപാതം എന്ന് പറഞ്ഞാൽ A/B നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാധ്യാനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് AB ചെയ്താൽ മതി. ഓക്കെ,
A/B നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാധ്യ അനുപാതം റൂട്ട് AB. ഇപ്പോൾ ഇവിടെ നമ്മുടെ A എത്രയാണ് 40, റൂട്ട് 40 × 10, അപ്പോൾ എത്രയാണ് റൂട്ട് 400. എത്രേൻ്റെ അത് 20ൻ്റെ റൂട്ടല്ലേ 400, സോറി 400 റൂട്ടല്ലേ 20, അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ. ഓക്കെ, 20 നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 45, 20 എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം എത്ര? എന്താ മാധ്യാനുപാതത്തിൻ്റെ ഇക്വേഷൻ? റൂട്ട് AB അല്ലേ, റൂട്ട് 45 × 20. 45 × 20 എന്ന് പറയുമ്പോൾ 900 എന്ന് കിട്ടും നിങ്ങൾക്ക് അല്ലേ. 45 90 90-നോട് ഒരു 0 വരുമ്പോൾ 900. 900ൻ്റെ റൂട്ട് എത്രയാണ്? 30 അല്ലേ. അപ്പോൾ ആൻസർ B ആണ് ആൻസർ. അപ്പോൾ മധ്യാനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് ഓഫ് AB എടുത്താൽ മതി. അടുത്തത് 18, 8 എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം എത്ര വരും? അപ്പോൾ റൂട്ട് ഓഫ് AB അല്ലേ, റൂട്ട് ഓഫ് AB, റൂട്ട് ഓഫ് 18 × 8 എത്രയാണ്? 18 × 8 എത്രയാണ്? 144 അല്ലേ, 144. റൂട്ട് 144 എന്ന് പറഞ്ഞാൽ 12, 12 നമ്മുടെ ആൻസർ. ഓക്കെ, 12. ഇനി അടുത്ത ടൈപ്പ്, 3, 6 എന്നീ സംഖ്യകളുടെ 4-ാം അനുപാതം എത്ര? അപ്പോൾ 4-ാം അനുപാതം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 3 സംഖ്യ തരും. ഓക്കെ, 3 സംഖ്യ തന്നിട്ട് അതിൻ്റെ 4th പ്രൊപ്പോർഷണൽ എന്നാണ് പറയുന്നത്. 4th പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 4th പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ 4-ാം അനുപാതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. 4-ാം അനുപാതം. ഓക്കെ, പാദം, ഇത് പാദം. 4-ാം അനുപാതം എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പറായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ 4-ാം അനുപാതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2ാമത്തെ നമ്പർ ഇൻറ്റു 3rd നമ്പർ ബൈ 1st. ഇത്രയേ ഉള്ളൂ. 3 നമ്പർ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, 3rd നമ്പർ. അപ്പോൾ സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ നമ്പർ 3ാമത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുക. അതാണ് 4 അനുപാതം. ഇപ്പോൾ ഈ കേസിൽ എന്ത് വരും? 6 × 9/3 അല്ലേ, 3 3 9, അപ്പോൾ 6 3 18 നമ്മുടെ 4-ാം അനുപാതം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. 4th പ്രൊപ്പോർഷണൽ എത്രയാണെന്ന് ചോദിക്കും ക്വസ്റ്റ്യനെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 4th പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും എത്ര നമ്പറുകൾ തരും? 3 നമ്പർ തന്നു പിടിക്കും. 3 എണ്ണം തന്നിട്ട് 4-ാമത്തെയാണ് 4th പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 2ാമത്തെ 3ാമത്തെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1ാമത്തെ വെച്ച് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് ഇൻറ്റു 3rd ബൈ 1st. അതാണ് 4-ാം അനുപാതത്തിൻ്റെ ഇക്വേഷൻ. ഒരു ദിവസം കൊണ്ട് നോക്കാം. 5, 15, 25 എന്നീ സംഖ്യകളുടെ 4-ാം അനുപാതം. എന്താ നമ്മുടെ ഇക്വേഷൻ? 4th പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഇൻറ്റു 3rd ബൈ 1st അല്ലേ. സെക്കൻഡ് ഇൻറ്റു 3rd ബൈ 1st. അതായത് സെക്കൻഡ് ഇപ്പോൾ എവിടെ എത്രയാണ്? 15. 3rd ടൈം എത്രയാണ്? 25. ഫസ്റ്റ് ടൈം എത്രയാണ്? 5. 5 3 15, 25 3 എത്രയാണ്? 75 നമ്മുടെ 4th പ്രൊപ്പോർഷൻ. മനസ്സിലായോ? സെക്കൻഡ് പദം ഇൻറ്റു 3rd പദം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ഇൻറ്റു 3rd ടൈം ബൈ 1st ടൈം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4th പ്രൊപ്പോർഷൻ ആയിരിക്കും. എപ്പോഴും 4th പ്രൊപ്പോർഷൻ